എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇതുപോലുള്ളൊരു ഊഞ്ഞാൽ എങ്ങനെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ നമുക്ക് 3 സാധനങ്ങളാണ് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ളത്. ഒരു മരത്തിൻ്റെ പലകയുടെ കഷ്ണം, ഒരു ഇരുമ്പിൻ്റെ കമ്പി, പിന്നെ കുറച്ച് കയറ്. ഈ കയറ് 6 mm കയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 50 രൂപക്കുള്ള കയറുണ്ട്. ഒരു 30-40 മീറ്ററോളം നീളത്തിലുള്ളതാണ് ഈ കയറ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ പലകയെ മുറിച്ച് പാകത്തിനാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതൊന്ന് ഉഴിഞ്ഞ് അതൊന്ന് ഫിനിഷിങ് ആക്കിയെടുക്കണം. അതുപോലെ അതിൽ കുറച്ച് ഹോളുകളും ഇട്ട് കൊടുക്കാനുണ്ട്. 1.5 മീറ്റർ നീളത്തിലുള്ള ഒരു പലകയുടെ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ നേരെ പകുതിയായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. ആക്സോ ബ്ലേഡ് കൊണ്ടാണ് മുറിക്കുന്നത്. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഈ പലകയുടെ കഷ്ണത്തിൽ ഓരോന്നിലും ഓരോ 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വീതം വിട്ട് ഓരോ ഹോളുകൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഹോളുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കമ്പിയുടെ കഷ്ണം എടുക്കാം. അത് ഒന്ന് റൗണ്ട് ആക്കിയിട്ട് വളച്ചെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് ഒന്ന് വെൽഡ് ചെയ്തെടുക്കാം. ഈ കമ്പിയിലാണ് നമ്മൾ കയറ് കെട്ടുന്നത്. അപ്പോൾ ആ കയറ് ഉരസി പൊട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കയറിനെ പാകത്തിനുള്ള അളവെടുത്ത് കട്ട് ചെയ്യണം. ഏകദേശം ഒരു 3.5 മീറ്റർ നീളത്തിലുള്ള ഒരു കഷ്ണം എടുത്തിട്ട് അതിനെ നേരെ മടക്കി 7 മീറ്റർ നീളത്തിലുള്ള ഒരൊറ്റ കഷ്ണമായിട്ടാണ് മുറിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ റൗണ്ട് കമ്പിയിൽ നമ്മൾ മടക്കി കെട്ടിവെക്കണം. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന 4 കയറുകളും ഇതേപോലെ തന്നെ കെട്ടി നിർത്തണം. അതിനുശേഷം ഈ നമ്മൾ നേരത്തെ ഹോളിട്ട് മാറ്റി വെച്ച പലകയുടെ കഷ്ണത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഓരോ കയറുകളായിട്ട് കോർത്തെടുക്കണം. ഈ കോർത്തെടുത്ത കയറുകൾ ഇതിൻ്റെ അടിഭാഗം വെച്ച് ഒന്ന് കെട്ടി കൊടുക്കുകയും വേണം. അതിനുശേഷം ഒരു സൈഡിൽ നിന്നുള്ള അടുത്തടുത്തുള്ള 2 കയറുകൾ എടുത്ത് ഒന്ന് കെട്ടി കൊടുക്കണം. ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ഈ 2 എണ്ണം വീതം കെട്ടി കൊടുക്കണം. ഇപ്പോൾ ചെയ്യുന്ന അതേപോലെ തന്നെ നേരെ അടിയിലുള്ള കയറുകളും ഓരോന്നായിട്ട് ഈ 2 എണ്ണം വീതം വെച്ച് കെട്ടി കൊടുക്കണം. ആദ്യത്തെ വരിയിൽ 4 കെട്ടാണ് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വരിയിൽ 3 കെട്ടായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ കെട്ടുകളെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം മുകളിൽ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ അടിയിലും ആ പലകയുടെ കഷ്ണത്തിലായിട്ട് ഈ കയറുകൾ കോർത്ത് അടിഭാഗത്തായിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം. ഈ കെട്ടുകളെല്ലാം ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഊഞ്ഞാൽ കാണാൻ നല്ല വൃത്തിയായിട്ടിരിക്കും. അതേപോലെ തന്നെ മുകളിൽ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ഈ അവസാനം വരുന്ന കയറുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഹുക്കിലും കെട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഊഞ്ഞാൽ റെഡി ആവുന്നതാണ്. അതിനുശേഷം 2 മരത്തിലായിട്ട് നമുക്ക് ഈ ഊഞ്ഞാൽ കെട്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്.